നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈയിടെ നമ്മൾ ചർച്ച ചെയ്താണ് ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഒരു പ്രമുഖ നടൻ എൻ്റെ സിനിമയിൽ അത് ചെയ്തില്ല, ഒരു പ്രമുഖ നടൻ ഇത് ചെയ്യുന്നു, അത് നല്ലതല്ല, അങ്ങനെ ഒരു സംസാരിച്ചു പോയി. എന്നാൽ ആ പ്രമുഖ നടൻ ആരാന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കാത്തൊരു പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം. പക്ഷെ അതുകൊണ്ട് സോഷ്യൽ മീഡിയ എല്ലാം ട്രോൾ ചെയ്തതും സോഷ്യൽ മീഡിയ എല്ലാം പറഞ്ഞതും അത് നിവിൻ പോളിയാണ് എന്നാണ്. ഒരിക്കലും ആ പ്രൊഡ്യൂസർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആരാണ് ആ പ്രമുഖ നടൻ എന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കണമായിരുന്നു. കാരണം അതുകൊണ്ടുണ്ടായ ദോഷം എത്ര നടന്മാരെ സോഷ്യൽ മീഡിയ തെറ്റിദ്ധരിച്ചു. ഇന്നലെ ശ്രീ ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ട് പറഞ്ഞു ആ പ്രമുഖ നടൻ അദ്ദേഹമാണെന്ന്. മേ ബി അദ്ദേഹമായിരിക്കാം. പക്ഷെ പ്രമുഖ നടൻ എന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഒരു പ്രമുഖ നടനാണോ? എന്നാലും അദ്ദേഹമാണെന്ന് അദ്ദേഹം പറയുന്നു. മേ ബി അദ്ദേഹമായിരിക്കാം. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ എത്ര നാൾ ആഘോഷിച്ചത് അത് നിവിൻ പോളി ആയിരുന്നുവെങ്കിൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ധ്യാൻ ശ്രീനിവാസൻ പൊട്ടുന്ന എല്ലാ പടങ്ങളിലും ഒന്ന് പ്രൊമോഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ പ്രൊമോഷൻ ചെയ്യാൻ വന്നില്ല. അതുകൊണ്ടായിരിക്കാം ലിസ്റ്റൻ സ്റ്റീഫൻ ആ പ്രമുഖ നടനെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറയണമായിരുന്നു അതാരാണെന്ന്. കാരണം പറയാനുള്ള ഒരു ധൈര്യം കാണിക്കാതെ പോയത്, മറ്റുള്ളവരെയെല്ലാം തെറ്റിദ്ധരിച്ചത്. ഈ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി, സ്വന്തം സിനിമയുടെ വിജയത്തിന് വേണ്ടി എന്തും കാണിക്കരുത്. കാരണം ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് മീഡിയാസ് മുഴുവൻ അത് ഏറ്റെടുത്തു. ഏതാണ് ആ സിനിമ? എല്ലാവരും സെർച്ച് ചെയ്തു. സ്വന്തം സിനിമയ്ക്ക് വേണ്ടി എന്തും പറയാൻ മാത്രം അധപതിക്കരുത് മലയാള സിനിമ.